എറണാകുളം കാക്കനാട് TV സെന്ററിൽ കസ്റ്റംസ് ക്വാർട്ടേഴ്സിൽ കൂട്ട ആത്മഹത്യ ഉണ്ടായി എന്ന സംശയം. അഡീഷണൽ കസ്റ്റംസ് കമ്മീഷണർ മനീഷ് വിജയുടെയും സഹോദരിയുടെയും മൃതദേഹം കണ്ടെത്തി. വീടിൻ്റെ വാതിൽ തുറക്കാൻ പോലീസ് ശ്രമം ആരംഭിച്ചിരിക്കുകയാണ്. ഏറ്റവും അപ്രതീക്ഷിതമായി ഒരുപക്ഷെ ഓർക്കാപ്പുറത്ത് വന്നൊരു വാർത്തയാണ് ഈ രാത്രിയിൽ ഇത്. ഒരുപാട് ദുരൂഹതകൾ ഈ മൃതദേഹം കണ്ടെത്തിയതിലുണ്ട്. കാരണം കൂടുതൽ കാര്യങ്ങളൊന്നും പോലീസിന് കിട്ടിയിട്ടില്ല. എന്നാൽ വിശദമായി അന്വേഷണം നടക്കുകയാണ്. ശ്യാംകുമാർ, വാതിൽ തുറക്കാൻ കഴിഞ്ഞു എന്നാണോ നമുക്ക് മനസ്സിലാവുന്നത്? വാതിൽ തുറന്നുള്ള പരിശോധന ആരംഭിച്ചിട്ടില്ല. കാരണം അവിടെ ഒരു മരണം, അത് കൂട്ടാത്മഹത്യ എന്ന് സംശയിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ആ ക്രൈം സീൻ പോലീസ് കെട്ടിത്തിരിച്ചിരിക്കുകയാണ്, മറ്റാരും കയറാതിരിക്കുന്നതിന് വേണ്ടി. നിലവിൽ അവിടെ ഇനിയുള്ള നടപടിക്രമങ്ങളൊക്കെ വീഡിയോയിൽ ചിത്രീകരിക്കേണ്ടതുണ്ട്. അത് നിയമപ്രകാരം ചെയ്യേണ്ട ഒരു കടമ കൂടിയാണ്. അതുകൊണ്ട് ഒരു ഫോട്ടോഗ്രാഫറെ അവിടെ എത്തിച്ച ശേഷം ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചെങ്കിൽ മാത്രമാവും ആ വീട് തുറന്ന് അകത്തേക്ക് പോലീസ് സംഘത്തിന് കടക്കാൻ സാധിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഉദ്യോഗസ്ഥർ അവിടെ കാത്തു നിൽക്കുന്നത്. ജനപ്രതിനിധികളെയും മറ്റുദ്യോഗസ്ഥരെയും ഒക്കെ പോലീസ് അങ്ങോട്ട് വിളിച്ചു വരുത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ പോലീസ് സംഘം അവിടെ വെയിറ്റ് ചെയ്യുന്നതും ഈ ഒരു നടപടിക്രമം, അതായത് വീഡിയോ ചിത്രീകരിച്ച് അകത്തേക്ക് കയറാനുള്ള ഒരു ശ്രമത്തിന് വേണ്ടിയിട്ടാണ്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണുന്ന പോലെ തന്നെ ആ വീടിന്റെ, ആ ക്വാർട്ടേഴ്സിന്റെ ചുറ്റുവട്ടവും പോലീസ് ഇപ്പോൾ മറ്റുള്ളവർക്ക് പ്രവേശനം നിഷേധിച്ചുകൊണ്ട് സീൽ ചെയ്യുകയാണ്. അതാണ് ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി അവിടെ വീഡിയോ ചിത്രീകരണം നടക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമാകും ആളുകൾക്ക് ആ വീടിന്റെ ഉള്ളിലേക്ക്, പോലീസിന് ആ വീടിന്റെ ഉള്ളിലേക്ക് ആ വാതിൽ പൊളിച്ചുകൊണ്ട് കടക്കാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമാകും ഇവരുടെ അമ്മ, ആ വയോധികയായ അമ്മയെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. നിലവിൽ മരിച്ചത് സഹോദരി ശാലിനിയാണ് എന്നുള്ള ഒരു വിവരവും മനീഷിന്റെ മൃതദേഹവും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അമ്മയും സഹോദരിയും മനീഷും മാത്രമാണ് ആ ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്നത്. അതിലാണ് ഇപ്പോൾ രണ്ടുപേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. മൂന്നാമത് അമ്മ ശകുന്തള അഗർവാളിന് വേണ്ടി തിരച്ചിൽ നടത്താൻ പോലീസ് തയ്യാറെടുക്കുന്നത്. ജാർഖണ്ഡ് സ്വദേശിയായ മനീഷ് കൊച്ചിയിൽ കസ്റ്റംസിൽ അഡീഷണൽ കമ്മീഷണർ റാങ്കിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ്. IRF പദവിയിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന്റെ ക്വാർട്ടേഴ്സിലാണ് ഇന്നാണ് ഈ വലിയ ദുരന്ത വാർത്ത നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. 3 മരണങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്ന് സൂചന വരുന്നു. അതിൽ 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. മൂന്നാമത്തെ ആള് അവരുടെ മാതാവാണ്. ആ അമ്മയെ കണ്ടെത്തുന്നതിന് വേണ്ടി പോലീസ് ഇപ്പോൾ ആ വീടിന്റെ വാതിൽ പൊളിച്ച് അകത്തേക്ക് കയറാനുള്ള ഒരു ശ്രമത്തിലാണ്. അതിന് അല്പസമയത്തിനകം തന്നെ അതിന്റെ നടപടികൾ ആരംഭിക്കും. എന്താണ് ഈ ആത്മഹത്യയുടെ കാരണമെന്നുള്ളത് വ്യക്തമായിട്ടില്ല. ഇനി അത് ആത്മഹത്യയല്ല, മറിച്ച് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു മരണമാണ് എങ്കിൽ അതും കൃത്യമായി പറയേണ്ടത് പോലീസാണ്. അതിന്റെ സംവിധാനങ്ങളൊക്കെ പോലീസ് അവിടെ ഒരുക്കിയിട്ടുണ്ട്. അന്വേഷണങ്ങൾ ഉണ്ടാകും. ആത്മഹത്യയിലേക്ക് നയിച്ചതാണെങ്കിൽ അതിന്റെ കാരണങ്ങളും പോലീസ് തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പ്രേക്ഷകർ ശ്യാംകുമാറിന് മനസ്സിലാക്കിയത്. കാക്കനാട് TV സെന്ററിൽ കസ്റ്റംസ് ക്വാർട്ടേഴ്സിൽ കൂട്ട ആത്മഹത്യ ഉണ്ടായി എന്ന സംശയം. അഡീഷണൽ കസ്റ്റംസ് കമ്മീഷണർ മനീഷ് വിജയ് താമസിക്കുന്ന സ്ഥലത്താണ് ആത്മഹത്യ ഉണ്ടായത്. 2 മൃതദേഹങ്ങൾ കണ്ടു. മാതാവിനെ കാണാനില്ല എന്നും പരാതി ഉയരുകയാണ്. കാക്കനാടാണ് ഈ സംഭവം. വീടിൻ്റെ വാതിൽ ഇതുവരെയും തുറക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ശ്രമം പോലീസ് തുടങ്ങിക്കഴിഞ്ഞു. ഈ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന കാര്യമൊക്കെ പ്രാഥമികമായി പോലീസ് അന്വേഷിച്ച് പറയേണ്ടതുണ്ട്. മനീഷ് വിജയ് 42 വയസ്സ് പ്രായമുള്ള ആളാണ്. ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടു. അതുപോലെ സഹോദരിയായ ശാലിനി വിജയും മരിച്ചു. അതുപോലെ മാതാവ് ശകുന്തള ദേവി, അവരെ കാണാനില്ല എന്ന രീതിയിലുള്ള വാർത്തയും വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവർക്ക് സംഭവിച്ചെന്നറിയാൻ കഴിയുന്നില്ല. അമ്മയെ തെരഞ്ഞ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒരുപാട് ദുരൂഹതകൾ ഈ മരണത്തിൽ ബാക്കിയായിരിക്കുന്നു. ശകുന്തള അഗർവാൾ എന്നാണ് അവരുടെ യഥാർത്ഥ പേര്, അമ്മയുടെ പേര്. ഈ ശകുന്തള അഗർവാളിനായി പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഈ മരണത്തിൽ മറ്റെന്തെങ്കിലും ഇടപെടലുണ്ടോ എന്നുള്ളതായിരിക്കും പ്രാഥമികമായി പോലീസ് തിരയുന്നത്. ആ വാതിൽ തുറക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. വാതിൽ തുറന്നതിന് ശേഷമായിരിക്കും കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുക. എന്തായാലും പോലീസ് ഈ സംഭവസ്ഥലം ഏതാണ്ട് സീൽ ചെയ്ത് കഴിഞ്ഞു എന്നാണ് നമ്മുടെ പ്രതിനിധി ശ്യാംകുമാർ സംഭവ സ്ഥലത്തുനിന്നും അറിയിക്കുന്നത്. കാക്കനാട് TV സെന്ററിലെ ക്വാർട്ടേഴ്സിലാണ് ഈ വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അഡീഷണൽ കസ്റ്റംസ് കമ്മീഷണറാണ് അദ്ദേഹം. ഒരുപക്ഷെ IRS ഉദ്യോഗസ്ഥൻ കൂടിയാണ് അദ്ദേഹം. 42 വയസ്സ് മാത്രം പ്രായമുള്ള അദ്ദേഹം സഹോദരിക്കൊപ്പം എന്തിന് ആത്മഹത്യ ചെയ്യണമെന്നുള്ള കുറേ ചോദ്യങ്ങൾ ബാക്കിയാകുന്നു. അതുപോലെ അമ്മ എങ്ങോട്ട് പോയിരിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ബാക്കിയാണ്. ഇതൊരു കൂട്ട ആത്മഹത്യയാണോ എന്ന് പ്രാഥമികമായി സംശയം വരുമ്പോഴും ഈ മരണത്തിൽ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന കാര്യം കൂടി അന്വേഷിച്ച് ഉറപ്പിക്കേണ്ടത് പോലീസിൻ്റെ ബാധ്യതയാണ്, ജോലിയാണ്. പോലീസ് അവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. മാതാവിനെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞങ്ങളുടെ വാർത്താസംഘം അറിയിക്കുന്നത്. ശകുന്തള അഗർവാളിനായി തെരച്ചിൽ തുടരുകയാണ്. ഇവരൊക്കെ ജാർഖണ്ഡ് സ്വദേശികളാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം. എന്താണ് ഈ കൂട്ട ആത്മഹത്യയിലേക്ക് ഇവർ നയിച്ചത്, അല്ലെങ്കിൽ ഈ മരണത്തിലേക്ക് നയിച്ചത് എന്ന കാര്യം അറിയാൻ കുറച്ച് സമയം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും.